ഹലോ രക്ഷിക്കണേ. ഹലോ എന്ത് ചേലിക്കടാ വന്നിരിക്കണേ? ഈ അരി വാങ്ങാൻ പോയതല്ലേ? പോയത് അരി വാങ്ങാൻ, കിട്ടിയത് അരി. അരിയും തൊയ്യും കൊണ്ട് നമ്മൾ നക്ഷത്രണ്ടി പോയി. നിക്കറിയാണ്ട് വാങ്ങിട്ട് പടച്ചോന്റെ കൃപാകടാശം കൊണ്ടാണ് എത്തിയത്. വെളിച്ചാവും മുമ്പ് പോയകളെന്നോളാൻ പറഞ്ഞിരിക്കുകയാണ് ആചാര്. വേഗം ഭാര്യ കെട്ടിക്കോളി. നമ്മൾ പോണില്ല. ആചാര് ഹാളൊക്കെ നിൽക്കാണ്. കൂടെ 10-15 ശൈത്താന്മാരും കണ്ണീക്കുടി പൊന്നീച്ച പറക്കണം. വീക്കണത് ഈ പോണെങ്കിൽ പോടാ, ഞമ്മക്കാരല്ലേ പേടില്ല. ഇങ്ങടെ മയ്യത്തടുത്ത തീക്കളിയാണ് ഈ കളിക്കണത്. എന്നാ ഞമ്മക്ക് എന്തല്ലോ നമുക്ക് വയ്യേ. വേഗം ഭാര്യ എടുക്കടാ. തീയും പുകയും പറപ്പിച്ചോണ്ടൊരു കൂട്ടം വരണേ. എന്റെ അല്ലോ, നമ്മള് പറഞ്ഞില്ലേ ഉടലോടെ കത്തിക്കൊന്ന് ആചാരി പറഞ്ഞേക്കണത്. അതിന് ഞമ്മളെ കിട്ടിയിട്ട് വേണ്ടേ? ഹലോ പോയി. എന്താണ്ടോ നോക്കിക്കണേ. എന്റെ സൗണ്ട് കെട്ടിയണ്ട. പണ്ട് ചെട്ടി ഒരു പട്ടി എടുത്തോണ്ട് വേണുണ്ട്. വായി നോക്കിയിരിക്കാതെ കടിക്കാനും പിടിക്കാനും കിട്ടെടുത്തോണ്ട് ഓടിക്കോ. ഇവന്റെ തല തിരിഞ്ഞു പോയാ. തലയല്ല തിരിഞ്ഞത്, കുപ്പായോ. എന്റെ തല പറ്റ തിരിഞ്ഞല്ലേ? കിട്ടിപ്പറക്കണ. അതോ എന്റെ തുണി. വേഗം പാടാ, പടയിങ്ങെത്തി. എന്താ ഇത് വീട് കളിക്കണ? എന്താണ് ഇത്? വന്ന് കയറ്. കയറ്. ഞാൻ കയറിയിരിക്കില്ല, നീ വന്ന് കയറ്. കത്തിക്ക് ആള് പറഞ്ഞടാ കയറണ. അതല്ലേ കയറ്. കാലിക്കട്ട കണ്ണൂര് എവിടെ വേണേലും പോ. ഈ സൈക്കിൾ വന്ന് കയറ്. ഒരു പണ്ടാര കയറിന്റെ കാല് കുരുങ്ങി ഒരുങ്ങെത്തി. ഓടിക്കോ. ആരാണ് നിങ്ങളെ തല്ലിയത്? ആരാണ് നിങ്ങളെ തല്ലിയത്? ആരായാലും നമ്മൾ വെറുതെ വിടൂല. അത് ശരി. ഉസ്മാനെ കേറി പാടാ. ഉസ്മാനെ വേണ്ടക്ക, നമ്മളിവിടെ ചത്തോളാ. ഒന്നുമില്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിച്ചാവാല. ഇവര് നമ്മളെ കൊല്ലാൻ വന്നല്ല, ലക്ഷിക്കാൻ വന്ന. കേറി പാ. രണ്ടും തിരിമുറിഞ്ഞ കള്ളന്മാരാ. നിങ്ങളെ വല്ലതും കട്ടോ? കക്കാൻ വന്ന് കച്ചവടം എന്ന് പറഞ്ഞ നമ്മളെ പൊരേ കയറി ഇറങ്ങി നമ്മളെ വീടിനെ കൈ കയറി പിടിച്ച്. നേരാണ് അബ്ദു ഈ പറയണ. അത് വളപിക്കാൻ വളക്കാരൻ പിന്നെ കയ്യെ പിടിക്കാൻ പിന്നെ എവിടെ പിടിക്കാ? ഓന്റെ നാക്ക് അന്റെ കൊള്ളയിലാണോടോ? നമ്മക്കറിയാവുന്ന നമ്മൾ പറയും. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, നമ്മൾ ചോദിക്കാം. ഓൻ പറയട്ടെ. ആ ചോദിക്കേ. ഈ നമ്മളെ പൊരേന്റെ ഉള്ളിൽ കയറി എന്തിനാണ്? പാമ്പിനെ പിടിക്കാന്. ഈ ആര് പാമ്പ് പിടുത്തക്കാരനാ? വെറുതെ പറയാണെന്ന്. അവിടെ ഒരു പാമ്പ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലും ഉള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ ഇനി കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ല, ഏടതായിരുന്നു. എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ. നെറ്റിമ ഒരു കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യക്കാരാവും. എന്തേ പാമ്പ് അയ്യങ്കാരാ? തർക്കം വെക്കാണ്ട കാര്യം പറയുങ്ങള്. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ബസയുള്ള പാമ്പായിരുന്ന ബസ ഇല്ലാത്ത പാമ്പായിരുന്ന? കടിച്ചാലല്ലേ അറിയൂ. ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലയാണ് ഇത്ര നീളമുണ്ട് ഇത്ര വണ്ണുണ്ട്. നീളത്തിലും വണ്ണത്തിലും എന്ത് കാര്യം ആചാര്യ? കൊത്തിയ മയ്യത്താവൂലേ. പക്കെങ്കിലും നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ. കാഴ്ചകളായി പോയി നോക്കി. നമ്മളെ പൊരയില് നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. പോയി കാണും. അങ്ങനെ തോന്നുമ്പോ വരാനും പോവാനും നമ്മളെ പൊരയും പറമ്പും പാമ്പിന് വലിച്ചു കൊടുക്കണ. പാമ്പിന്റെ ഇഷ്ടല്ലേ? നമ്മളെ പൊരയില് പാമ്പ് കേറിയിട്ടില്ല. അറിയാം. നമ്മള് കണ്ടിട്ടില്ല. കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? എന്താ വിളിക്കണ്? നമ്മളിവിടെ തുണിയിലാണ്ടിക്കണ.